ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഉട്ടോപ്യ എന്ന ഇംഗ്ലീഷ് വാക്കിന് അപ്രായോഗികമായ സങ്കല്പം എന്നാണ് അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. പലരും ഇതിനെ ഒരു പരിഹാസവാക്കായി ഉപയോഗിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഇംഗ്ലണ്ടിലെ സുപ്രസിദ്ധ ചിന്തകനായിരുന്ന തോമസ് മോർ സങ്കല്പലോകം എന്നർത്ഥം വരുന്ന ഉട്ടോപ്യ എന്നൊരു ഗ്രന്ഥമെഴുതി. ഭൂപ്രഭുക്കളുടെ നിഷ്ഠൂരതയെയും സ്വേച്ഛാപ്രമത്തതയെയും ഈ ഗ്രന്ഥത്തിൽ തോമസ് മോർ വളരെ കഠിനമായി ആക്ഷേപിച്ചിരുന്നു. നിഷ്ഠൂരതകളില്ലാത്ത ഒരു ആദർശ സമൂഹത്തിന് ഈ ഗ്രന്ഥത്തിലൂടെ തോമസ് മോർ രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് സ്നേഹാർദ്രതയുടെ ആഴവും പരപ്പും ഉണ്ടായിരുന്നു. ഭൂപ്രഭുക്കളും ശിങ്കടികളും തോമസ് മോറിൻ്റെ സങ്കല്പങ്ങൾ വെറും ഉത്തരം കിട്ടാത്ത സങ്കല്പങ്ങളാണ് എന്ന് പറഞ്ഞു പരത്തി. എന്നു മാത്രമല്ല, ഉട്ടോപ്യ എന്ന വാക്കിനെ ഒരു പരിഹാസവാക്കായി ഉപയോഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇതുതന്നെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. മറിയാമിൻ്റെ പാട്ടിൽ ലൂക്കോസ് 1-ാം അധ്യായം 52-53 വാക്യങ്ങളിൽ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. കാഴ്ചകളുമായി വന്ന വിദ്വാൻമാരും ഒന്നുമില്ലാത്തവരായ ഇടയന്മാരും യേശുതമ്പുരാൻ്റെ അരികിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് ഇടയായത് ഈ സന്ദേശത്തെ പ്രതീകവൽക്കരിക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, യേശുതമ്പുരാൻ ഉട്ടോപ്യയെ യഥാർത്ഥവൽക്കരിച്ചു. എല്ലാവർക്കും രക്ഷ, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സംതൃപ്തി. ദൈവം അനുഗ്രഹിക്കട്ടെ.